ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പഞ്ചമി ആയതുകൊണ്ട് നമ്മളിന്ന് ഒരു അട ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് പിന്നെ തേങ്ങയാണ്, ഇത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങയും പഞ്ചസാരയും നമ്മൾ നല്ലോണം മിക്സാക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മളത് അരച്ച് വെച്ച അടേൻ്റെ മാവാണിത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. റെസിപ്പി ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം അട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് പണ്ടം നമ്മൾ മിക്സാക്കുന്നുണ്ട് വീണ്ടും. പിന്നെ ഇത് ഗായ്സ്, ഇത് വെറൈറ്റി ഉള്ളൊരു ചപ്പാണ്. ഇത് മഞ്ഞളുടെ ഇലയാണ്. മഞ്ഞളുടെ ഇല കഴിക്കും വേറൊരു ദിവസം ആക്കിയാൽ. ഇന്നേ ദിവസം ആക്കിയാലും മഞ്ഞളുടെ ചപ്പ് കഴിക്കുകയില്ല ഗായ്സ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ. ഒരു നാഗപഞ്ചമി ദിവസം മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസം മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കിയാൽ കഴിക്കും ഗൈസ്. അപ്പം ഞാൻ നമ്മളെ ബ്ലാക്ക് ചിക്കൻ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ചിക്കൻ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നല്ലൊരു വെയിലുണ്ട്, ഇന്നൊരു മഴക്കാറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ നല്ല വെയിൽ കണ്ടുകൊണ്ട് തുണി തേച്ചു ആറിയിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ ബ്ലാക്ക് വന്നിട്ടുണ്ട് വീണ്ടും. നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളതിൽ പരത്തുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ പണ്ടം നിറയ്ക്കുന്നുണ്ട്. നമ്മൾ അത് ആവിയിൽ വെക്കാനാണ് പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. നമ്മൾ വീണ്ടും അട ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആ അപ്പച്ചമ്പ് നിറയെ അട ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് അട ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ട് അട. നമ്മൾ ഇത് നമ്മൾ മൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് പറഞ്ഞേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.